പാട്ടൊക്കെ പാടുന്നേ പിന്നെ ആരാ സരസ്കരാര സൗണ്ട് കേൾക്കുന്നത്? എടി എനിക്ക് അറിയത്തില്ലേ എവിടെ സൗണ്ട് വരുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം എവിടെയൊക്കെ. കാണുന്നില്ലല്ലോ. ആടി അത് ശരിയാണല്ലോ. മിന്നുന്തി മിന്നു നീ നിനക്ക് എന്തു പറ്റിയടി? എടി മിന്നു നീ എന്തൊക്കെയാടി പറയുന്ന? പ്രേതോ എവിടെ? നീയോ അപ്പൊ പ്രേതം? അപ്പൊ ഞങ്ങളുടെ മിന്നുവിനെ നീ എന്തേലും ചെയ്തോ? ഞാനാ കൊച്ചിന്റെ ദേഹത്ത് കയറിയിരിക്കുന്ന പ്രേതമാ. ഇങ്ങനെ ഞാൻ പിന്നെ എടുത്താൽ എനിക്ക് ഇപ്പൊ വിശക്കുന്നില്ല. വേണ്ട മിന്നു പറന്നു പോന്നു. വേണ്ട അവളെ കാണാതിരിപ്പം. എടി അഞ്ജലി നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മുടെ മിന്നുവിനെ തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് എന്താ വഴി അറിയത്തില്ലല്ലോ. നമുക്കൊന്ന് ഇപ്പൊ ഒന്ന് അപ്പൂന്റെ വീട്ടിൽ വരെ പോകാറുന്നല്ലേ? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ അവർക്ക് വല്ല അറിയുമെങ്കിലോ വല്ലോ അച്ഛന്മാരോ പള്ളിയച്ഛന്മാരോ മന്ത്രവാദിയോ വല്ലോ അറിയുമെങ്കിലോ ചിലപ്പോ മിന്നുവിന്റെ പ്രയത്നം ഒഴിപ്പിക്കല്ലോ. അത് ശരിയാ നീ പറഞ്ഞ. നമുക്കൊന്ന് പോടാ. രമചേച്ചി ഇതാരാ രാത്രി വിളിക്കുന്നേ? വരുവാണേ. എന്താ രാത്രി വന്നേ? മിന്നു എന്തി? അവള് വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണോ? അയ്യോ രമേശേട്ടാ, നമ്മുടെ മോള് വീട്ടിൽ കിടന്ന് ഉറങ്ങുമല്ലേ പാർക്കുട്ടി. അവളെ എടുക്കാൻ ഞാൻ മറന്നുപോയി. പെട്ടെന്ന് എടുത്തിട്ട് വരാവേ ഞാന്. അല്ല മിന്നു എന്തി? പാർക്കുട്ടി എല്ലാരും എന്തി? അഞ്ജലി അവിടെ പോയി ഇത്രയും പെട്ടെന്ന്? എല്ലാം പറഞ്ഞു തരാം ചേച്ചി. ഞങ്ങളാണെങ്കിലോ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴാണെങ്കിലേ രാരാ സരസുക്ക് രാരാ ഇങ്ങനെ ആരാണ്ട് പാടുന്നു കിട്ടും. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴേ ഒരു മിന്നുവാ നിൽക്കുന്ന അവിടെ. മിന്നുവിന്റെ ദേഹത്ത് ഏതോ ഒരു പ്രേതം കയറി. ഇപ്പൊ മിന്നുവിന്റെ ദേഹത്തുള്ള കയറിയ പ്രേതം പറഞ്ഞേ ഞാൻ നിങ്ങളെ പിന്നെ എടുത്തോളാന്ന് പറഞ്ഞിട്ട് ആ പ്രേതത്തിന് വിശപ്പില്ലായിരുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ എടുത്തോളാം പറഞ്ഞിട്ട് പറന്നുപോയി ആ പ്രേതം. പാർക്കുട്ടിയാണെങ്കിൽ എടുക്കാൻ മറന്നുപോയി. അതെ ചേച്ചി, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സമയത്തൊക്കെ ഇങ്ങോട്ട് വരുവോ? നീ എത്തിയോടി? അവിടെ പ്രേതമെല്ലാം കണ്ടായിരുന്നു നീ? ചേച്ചി ഭയങ്കര പാട്ടാ മിന്നു, പക്ഷെ ഒന്നും ചെയ്തില്ല. കുറച്ചൊക്കെ ഉണ്ട് നിങ്ങളെല്ലാരും ഈ വീട്ടിൽ വന്ന് എടുക്കൂന്ന് പറഞ്ഞു. പാർക്കുട്ടി ഭയങ്കര ഉറക്കമാണല്ലോ. ചേച്ചിക്ക് ഏത് സാമിയോ പള്ളിയച്ഛനോ അല്ല അറിയാവോ ചേച്ചിക്ക്? അയ്യോ എനിക്കൊന്നും ആരെയും അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഞങ്ങൾക്ക് ഇങ്ങനെ ആരെയും അറിയത്തില്ല. അതുകൊണ്ട് ചേച്ചിയുടെ ഞങ്ങൾ ചോദിച്ചത്. അയ്യോ അത് പ്രേതം പാട്ട് പാടുന്ന സൗണ്ടല്ലേ കേൾക്കുന്നത്? പാട്ട് പാടിയും ചിരിക്കുന്ന സൗണ്ടല്ലേ കേൾക്കുന്നത്? അതെ ചേച്ചി, അത് പ്രേതത്തിന്റെ സൗണ്ടാ കേൾക്കുന്നത്. എടി പ്രേതം ഇവിടെ എത്തിയിടി, എല്ലാരും ഓടിക്കോ. അല്ല അമ്മ, ഞങ്ങൾ എന്തിനാ ഈ രാത്രി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? ഉറക്കം വന്നിട്ട് അയ്യോ. എടി അതൊക്കെ കാര്യങ്ങളൊക്കെ പറയാ. ഇവരാണെങ്കിലേ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നേ, മണിക്കൂട്ടനെല്ലാരും കൂടെ. അപ്പോഴാണെങ്കിലേ രാരാ സരസ്കു രാര ഇങ്ങനെ പാടുന്നു കേട്ടെ. അപ്പോഴാണ് എഴുന്നേറ്റ് നോക്കിയപ്പോ മിന്നുവിനെ കാണുന്നില്ല. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോഴേ എവിടെ കണ്ട് അടുക്കളയിലാണ് അറിയത്തില്ല. എവിടെ കണ്ട് ചെന്ന് നോക്കിയപ്പോഴാണെങ്കിലേ മിന്നുവാണ് അവിടെ കിടന്ന് രാരാ സരസ്കു രാരാ. അത് കണ്ട് ഇവരെ പിടിച്ച് തിന്നെന്ന് പറഞ്ഞു. അത് കുറച്ചിടെ കഴിഞ്ഞിട്ട് ഇവരെടുത്ത് തിന്നൂന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് വിശപ്പില്ല. പിന്നെ മിന്നുവാണ് പറന്ന് ഏറിപ്പോയി മാഞ്ഞുപോയി. അങ്ങനെ നമ്മുടെ ഇവിടെ എത്തി. അതുകൊണ്ട് നമ്മൾ ഓടി രക്ഷപ്പെട്ടെ. സത്യാണോ അമ്മേ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. മക്കളെ മിണ്ടല്ലേ, ആ പ്രേതത്തിന്റെ സൗണ്ടാ കേൾക്കുന്നേ. ഇവരൊന്ന് സംസാരിക്കുമായിരുന്നെങ്കിലേ എനിക്ക് ഇവരുടെ അടുത്തോട്ട് വരുമായിരുന്നു. അല്ല എനിക്ക് ഇവരെവിടെയെന്ന് അറിയത്തില്ല. മക്കളെ എനിക്കാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായി. പ്രേതത്തിന്റെ സൗണ്ട് കേട്ടാലേ അവരുടെ അടുത്ത് വരത്തുള്ളൂ. എനിക്ക് ഇവരെ പിടിയിട്ട് ദേണ്ട നിൽക്കുന്നെല്ലാം കൂടെ. അയ്യോ മോളെ മിണ്ടല്ലേ. ഉറങ്ങി തോന്നുന്നു. അയ്യോ എനിക്ക് ഇവരുടെ സൗണ്ട് കേൾക്കുന്ന മുമ്പേ വരാൻ പറ്റിയില്ലല്ലോ. ഇനി ഇവര് സംസാരിച്ച് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇവരുടെ ഇരിക്കുന്ന കൊച്ചെന്തായാലും ഇടയ്ക്കൊക്കെ കരയായിരിക്കും. അന്നേരം എനിക്ക് ഇവരെ പിടിച്ച് തിന്നാം. ആരും മിണ്ടല്ല കേട്ടോ. നമ്മള് പറയുന്നൊന്നും കേട്ടില്ലേ? എന്താ കാര്യം അമ്മേ? പതുക്കെ സംസാരിക്കടി. എന്താ അമ്മേ കാര്യം? എനിക്കാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാ. പ്രയത്നം നമ്മുടെ സൗണ്ട് കേട്ടല്ലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. നമ്മൾ മിണ്ടായിരുന്ന എവിടെയെന്ന് ആ പ്രയത്നം അറിയത്തില്ല. ശരി അമ്മ, ഞാൻ സൗണ്ട് ഉണ്ടാക്കത്തില്ല.
പ്രത്യക്ഷപ്പെടും. അയ്യോ പ്രേതം ഇവിടെ എത്തിയേ, ഓടിക്കോ. അയ്യോ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അയ്യോ അമ്മ എനിക്ക് അനങ്ങാനും പറ്റുന്നില്ല. അയ്യോ എനിക്ക് അനങ്ങാനും പറ്റുന്നില്ല. അയ്യോ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അയ്യോ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എനിക്ക് അനങ്ങാൻ സാധിക്കുന്നുണ്ടല്ലോ. എനിക്ക് മാത്രം എന്താ പ്രത്യേകത? നിനക്കെന്താ അനങ്ങാൻ പറ്റുന്ന അറിയോടെ പൊട്ട. കാരണം നിന്നെ ഞാനിപ്പോ തിന്നാൻ പോന്നേ. എന്റെ ഭക്ഷണമാണെന്നും പോകുന്ന ആൾക്കാർക്ക് അനങ്ങാനും പറ്റും, എന്ത് വേണം ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പോകാൻ മാത്രം പറ്റില്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇറങ്ങാൻ പറ്റുന്നുണ്ട്. എല്ലാരും ഓടിക്കോ. ഇത് എങ്ങോട്ട് പോയി നിക്കുവാവോ? ഇങ്ങനെ നിക്കുവോ ഇവരുടെ ഓട്ടം? എവിടെ ചെന്ന് നിൽക്കുന്നു ഞാൻ അവിടെ ചെല്ലും. ഇപ്പൊ വേറെ രാജ്യത്ത് ചെന്ന് ദുബായ് ചെന്നാൽ ദുബായിൽ ഞാൻ ചേരും. ഇപ്പൊ ചൈന ചെന്നാൽ ചൈന ഞാൻ പോകും. ഭാഗത്തിനൊരു പള്ളി കിട്ടി. പക്ഷെ അച്ഛനില്ലല്ലോ ഇവിടെ. അച്ഛനുണ്ടായിരുന്നു. ആ പ്രേതത്തിന് ഓടിക്കായിരുന്നു നമ്മുടെ മിന്നുവിന്റെ ദേഹത്തുനിന്ന്. അല്ല ചേച്ചിയുടെ സുമേഷ് ഏട്ടൻ എന്തി? സുമേഷ് ഏട്ടനാണെങ്കിലേ ഊട്ടിക്ക് ഒരു ടൂർ പോയത്. ഞങ്ങള് 3 പേരും പോയില്ല. ഞങ്ങൾക്ക് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ചെന്ന ഭയങ്കര തണുപ്പില്ല, ചിലപ്പോൾ പനി പിടിച്ചാൽ. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. സുമേഷ് ഏട്ടനും പിന്നെ കുറച്ച് ആൾക്കാരും കൂടെ പോയി, ഫ്രണ്ട്സ് ഒക്കെ. അല്ല ഞങ്ങളുടെ ഓഫീസിലാണെങ്കിൽ ലീവ് അല്ലേ ഈ സമയത്ത്. അതുകൊണ്ട് ഞാൻ സുമേഷ് ഏട്ടനെ അവിടെ പോയെന്ന് ചോദിച്ചതാ. അയ്യോ ഞാൻ അറിയാതെ അകത്ത് കയറിപ്പോയി പള്ളിയുടെ. അയ്യോ ഞാൻ ചത്തേ. എന്താ അച്ഛൻ നമ്മളെല്ലാരും പള്ളിയിൽ നിൽക്കുന്നേ ഇത് രാത്രി? മിന്നു അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു തരാം കാര്യങ്ങളെല്ലാം. നീ വീട്ടിൽ വാ. എന്താ അച്ഛൻ കാര്യം? അച്ഛൻ ഇപ്പൊ തന്നെ ഒന്ന് പറ. എടി മിന്നു, നമ്മളെല്ലാരും കൂടെ ബെഡ്റൂമിൽ കിടന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ് രാത്രി ആണെങ്കിൽ ഒരു സൗണ്ട് കേട്ട രാരാ സരസുക്ക് രാരാ. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ മിന്നുവിനെ നിന്നെ കാണുന്നില്ല കേട്ടോ മിന്നു. അപ്പൊ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴേ എന്തുകൊണ്ട് അടുക്കള ഞങ്ങള് നമ്മുടെ ലിവിംഗ് റൂമിൽ ചെന്ന് നോക്കിയപ്പോഴാണെങ്കിലേ നീയാണെ അവിടെ ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്നത്. രാരാ സരസുക്ക് രാരാ. നിന്റെ അകത്തൊരു പ്രേതം കയറി കേട്ടോ. നീ ഇത് വിശ്വസിക്കുന്ന എനിക്ക് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ നിന്റെ അകത്ത് സത്യമായിട്ട് ഒരു പ്രേതം കയറി. ഞങ്ങളാണെങ്കിൽ അവിടെ ചെന്ന് നോക്കിയപ്പോഴേ നീയാണെ രാരാ ഡാൻസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. പാട്ടും പാടി ഡാൻസ് ചെയ്യുമായിരുന്നു. നീ ഞങ്ങളോട് പറഞ്ഞേ നിന്റെ അകത്ത് കയറി പ്രേതം പറഞ്ഞു ഞങ്ങളോട്. നിന്നെയൊക്കെ ഞാൻ പിടിച്ച് തിന്നൂടാ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പിടിച്ച് തിന്നും, ഇപ്പൊ എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞാൽ മിന്നുവിന്റെ അകത്ത് കയറി നിന്റെ അകത്ത് കയറി ആ പ്രേതമാണ് പറന്നു പോയി അങ്ങോട്ട്. പിന്നെ ഞങ്ങളാണെങ്കിൽ അപ്പുവിന്റെ വീട്ടിൽ ചെന്ന് അവിടെയും പ്രേതം വന്നു. അതുകൊണ്ട് ഞങ്ങൾ റോഡിൽ കൂടെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ സൗണ്ട് കേട്ട ആ പ്രേതം അവിടെയും വന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ വന്നത് പള്ളിയില്. അതേടെ മിന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ഈ രാത്രിയൊക്കെ പള്ളിയിൽ വരുന്നത്? എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് അച്ഛാ. ഞാനാണ് ഒരു മോതിരത്തിൽ തൊട്ടപ്പോഴെന്ത് ഈ പ്രേതം കയറിയ. ഞാൻ പറയട്ടെ, ഞാനും എന്റെ മണിക്കൂട്ടച്ചേട്ടനും പിന്നെ അപ്പുച്ചേട്ടനും ചിഞ്ചി ചേച്ചി എല്ലാരും കൂടെ ഷട്ടിൽ ബാറ്റ് കളിച്ചിട്ട് തിരിച്ചു വരും നമ്മുടെ വീട്ടിലോട്ട്, ഞങ്ങളുടെ വീട്ടിലോട്ട്. അപ്പോഴാണെങ്കിലേ ഒരു മോതിരം കിടക്കുന്നുണ്ട് വഴിയിൽ. ഞാൻ തൊട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ എൻ്റെ അടുത്ത പ്രേതം കയറി. അപ്പൊ എനിക്ക് അത് പിന്നെ ഒന്നും അറിയത്തില്ല. ചിലപ്പോഴും ആ പ്രേതം എൻ്റെ തിരിക്കുമായിരിക്കും. ചിഞ്ചി ചേച്ചിയും പിന്നെ അപ്പുച്ചേട്ടനൊക്കെ ഉള്ളതുകൊണ്ട് ആ പ്രേതം അനങ്ങിയില്ല. അപ്പോൾ അത് കണ്ട് രാത്രി ആണെന്ന് തോന്നുന്നു ആ പ്രേതം ഡാൻസ് ഒക്കെ ചെയ്ത്